മുന്നണിക്കകത്തോ അല്ലെങ്കിൽ അതല്ല എങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തോ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായില്ല. ജയരാജ് സാറിൻ്റെ കാര്യത്തിൽ LDF വിരുദ്ധത ഒരിക്കലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചില്ലായിരുന്നു. ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യവുമുണ്ട്. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കുകയും പ്രവർത്തിക്കുകയോ ചെയ്ത അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസാണ് കേരള ന്യൂസിന് വേണ്ടി നടത്തുള്ളത്. കേരള കോൺഗ്രസ് 1964 രൂപീകരിച്ചതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു തോൽവിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? കേരള കോൺഗ്രസിൻ്റെ തോൽവിയെ സംബന്ധിച്ച് ജനം എടുത്ത ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുകയും ഒക്കെ ചെയ്തൊരു അവലോകനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വലിയ ഇടപെടലുകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും കടലിൻ്റെ മക്കൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെയാണെങ്കിലും കേരളത്തിലെ സമസ്ത മേഖലകളിലും കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിയും പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണിയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അതോടൊപ്പം തന്നെ പാർട്ടി മന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ മന്ത്രിയും ഒക്കെ വലിയ ഇടപെടലുകൾ നടത്തുകയും ജനോപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു 5 വർഷക്കാലമാണ് കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത്. പക്ഷേ അത് ജനം എത്രമാത്രം അതിനെ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ജനം അതിനെ ഏത് രീതിയിൽ കണ്ടു എന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഒരു വിഷയം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുമ്പോൾ ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യവുമുണ്ട്. പക്ഷേ അത് കേരള കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു ഇതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഇന്നും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. വരും നാളുകളിലും കേരള കോൺഗ്രസ് പാർട്ടി എന്നും ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളോടൊപ്പം നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്നും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ആളുകളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തിക്കാനുള്ള രീതിയാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജയരാജ് സാറ് വികസന രംഗത്ത് മുന്നിട്ട് നിന്നു. അതുപോലെ മറ്റ് വിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എളിമയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം 1 നമ്പറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ LDF വിരുദ്ധതയുടെ പേരിലാണോ രാജ്യത്തിലേക്കുള്ള? ജയരാജ് സാറിൻ്റെ കാര്യത്തിൽ LDF വിരുദ്ധത ഒരിക്കലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചില്ലായിരുന്നു. പക്ഷേ സാറിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന കാലഘട്ടമെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. പക്ഷേ ഈ വികസന പ്രവർത്തനം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനം പൊതു സമൂഹത്തിലേക്ക് വേണ്ട വിധത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം തന്നെ മറ്റ് പരസ്യ പ്രചരണ രംഗത്തുമൊക്കെ ജയരാജ് സാറും സത്യം പറഞ്ഞാൽ സാർ എന്നെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടിയുമൊക്കെ എത്രമാത്രം വിജയിച്ചു എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളിലൊക്കെ ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യം. സാർ ഒരുപാട് വികസന പ്രവർത്തനം കോടിക്കണക്കിന് രൂപയുടെ ലക്ഷോപലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിൽ തന്നെ കംപ്ലീറ്റ് BM&BC റോഡുകൾ, ഒരു പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും BM&BC നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന ഏക നിയോജക മണ്ഡലം ഈ അടുത്ത ഏരിയയിൽ കാഞ്ഞിരപ്പള്ളി മാത്രമാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആളുകളുടെ മനസ്സിലേക്ക് ഇത്രയേറെ വികസനം കൊണ്ടുവന്നു എന്ന ഒരു ധാരണ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഒരു വലിയ പോരായ്മയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഒരു പരിധിവരെ ഉണ്ടായ ഒരു പോരായ്മ എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഉൾപ്പെടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി കിഫിയിൽ നിന്ന് പണം കൊണ്ടുവന്ന് പണം അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ കരാറുകാരൻ അതുമായി ബന്ധപ്പെട്ട ജോലി പൂർത്തീകരിക്കുന്നതിന് കാലതാമസം വരുത്തി, അവന് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു പീരീഡ്. അതിനുശേഷവും അവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മോശമാണ് എന്ന് മനസ്സിലാക്കി അവനെ കരാറിൽ നിന്ന് മാറ്റി പുതിയ ആളെ കൊണ്ടുവരുന്നതിനുമൊക്കെ ഉണ്ടായ ഒരു കാലതാമസം
പൊതുസമൂഹം കണ്ടത് ജയരാജ് സാറിൻ്റെ ഒരു പിന്നെ ജയരാജ് സാറിന് അത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലാണ് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇലക്ഷന് മുമ്പ് തന്നെ രണ്ടാമത് പിന്നെ കരാറുകാരനെ ഏൽപ്പിക്കുവാനും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും ഒക്കെ സാധിച്ചുവെങ്കിലും ഇത് പൊതുസമൂഹത്തിലേക്ക് സാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് എത്രമാത്രം ജനം ഉൾക്കൊണ്ടു എന്നൊരു സംശയം മാത്രമാണ് എന്നെ സംബന്ധിച്ചും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസും മണിമല കുടിവെള്ള പദ്ധതിയുമാണ് UDF പറയാനുണ്ടായിരുന്ന ഒരു പ്രധാന മുദ്രാവാക്യം. അത് അവരൊരു പരിധിവരെ വിജയിച്ചെന്ന് തോന്നുന്നു. അതെ, ഞാനത് സൂചിപ്പിച്ചല്ലോ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൽ ചെയ്യാനുള്ള, അതായത് കോടതിയിലുണ്ടായിരുന്ന പിന്നെ ബുദ്ധിമുട്ടുകൾ മാറ്റി, കേസിൻ്റെ കാര്യങ്ങളിൽ മാറ്റി, മറ്റ് നൂലാമാലകളിൽ നിന്നെല്ലാം തിരുവനന്തപുരത്ത് എനിക്കറിയാം പലപ്പോഴും സാറ് കിഫ്ബിയുടെ ഓഫീസും RBDCയുമായിട്ടൊക്കെ ദിവസങ്ങളോളം മാസങ്ങളോളം ചെലവഴിച്ച് നിന്നിട്ടാണ് ഈ കുരുക്കുകളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ രംഗത്തിലേക്ക്, ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കൊണ്ടുവന്നതിന് ശേഷവും ഉണ്ടായ ചില കാലതാമസങ്ങൾ, അത് സാങ്കേതികമായി ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ സാധിച്ചു. ഇനി ഒരു 6 മാസം കൊണ്ട്, വെറും 6 മാസം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. മേജർ കുടിവെള്ള പദ്ധതിയുടെ ആണെങ്കിലും ശരി, മണിമല പദ്ധതിയുടെ ആണെങ്കിലും ശരി, ഉണ്ടായ ഒരു കാലതാമസം പലപ്പോഴും ജയരാജ് സാറിനൊരു വിനയായി മാറി. അത് സാറിൻ്റെ ഒരു പിന്നെ സത്യം പറഞ്ഞാൽ ചില ആളുകൾ പറയും സാറിൻ്റെ ഒരു കഴിവുകേടാണ് എന്ന് പോലും പറയുന്ന രീതിയിലേക്ക് ആളുകൾ അത് കൊണ്ടുവന്നു. പക്ഷേ സാറിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനവും പരസ്യ പ്രചരണവുമൊക്കെ ജയരാജ് സാർ ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കാം സാറിന് അതിനോടൊന്നും വലിയ താല്പര്യം പണ്ട് തൊട്ടേ ഉള്ള ഒരാളല്ല. ഇപ്പം നിവൃത്തി ഉള്ളിടത്തോളം ഫ്ലെക്സ് കുറച്ച് വെക്കുക, അല്ലെ പോസ്റ്റർ കുറച്ച് വെക്കുക, പരസ്യം കുറച്ച് വെക്കുക. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സാറിനോട് പറയാറുണ്ട്, സാറേ നമുക്കത് എൻ്റെ ഒരു പരസ്യം ചിലപ്പോൾ ഒരു ഇച്ചിരി കുറവാണ്, വേണ്ട അത് പൊതുസമൂഹം മനസ്സിലാക്കിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ ആ ഒരു രീതിയാണ് ഇതിൻ്റെ അകത്തുണ്ടായ ഒരു പ്രശ്നം എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ സർവേ എല്ലാം ജയരാജ് സാറിന് അനുകൂലമായിരുന്നു. അതുപോലെ ആൾക്കാർ ആര് ചോദിച്ചാലും ജയരാജ് സാർ ജയിക്കുമെന്നായിരുന്നു. ആ ഒരു ഇതിൽ ഒരു അല്പം ഒരു വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ടാണോ? അല്ല, സത്യത്തിൽ ജയരാജ് സാറിൻ്റെ തോൽവി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും CPM-നെയൊക്കെ സംബന്ധിച്ചും അതൊരു അപ്രതീക്ഷിതമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും അതിൻ്റെ അത് സാറിൻ്റെ ഒരു ജയം കണക്ക് കൂട്ടിയിരുന്നതാണ്. ഒന്നാമത് ജനത്തിനോടുള്ള സാറിൻ്റെ ഒരു സമീപനം, അത് വളരെ നല്ല ഒരു സമീപനം എല്ലാ കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാറിന് പുലർത്താൻ സാധിച്ചു. എല്ലാവരുമായിട്ടും ഒരു നല്ല ബന്ധം, സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലും അദ്ദേഹത്തിനുള്ളൊരു പേഴ്സണൽ ബന്ധം, ആ വ്യക്തിബന്ധങ്ങൾ സാറിനൊരു മുതൽക്കൂട്ടാകും എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. അത് ആണ് ഒരു തരംഗം എന്ന രീതിയിലൊക്കെ വരുന്ന ഈ ഒരു രീതിയിലേക്ക് മാറ്റം ഉണ്ടാകാനായിട്ടൊരു കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള കോൺഗ്രസിന് മുന്നണി വിടണമെന്നുള്ളത് ശരിയായിരുന്നു. അല്ല, അത് ഈ എന്നും കേരള കോൺഗ്രസ് പാർട്ടി മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ വേട്ടയാടുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ. ഇലക്ഷന് തൊട്ട് മുമ്പാണെങ്കിൽ പോലും മുന്നണി മാറുന്നു, കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ അതൊരു വലിയ ചർച്ചയാക്കുക. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ അങ്ങനെ ഒരു പിന്നെ ചർച്ചകൾ കേരള കോൺഗ്രസിൽ നടന്നിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ചയില്ല, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു ചർച്ച വന്നില്ല. ആളുകളിങ്ങനെ അഭിപ്രായം, കേരള കോൺഗ്രസിൻ്റെ ആളുകൾ ഒരു പക്ഷേ പറയും മുന്നണി വേണേൽ മാറിയാൽ നല്ലതാണ്, അത് ഇടതുപക്ഷത്തിന് പിന്നെ വികാരം UDF-ന് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ UDF-ലേക്ക് മാറാം എന്നൊക്കെ ഇങ്ങനെ പൊതുവിൽ പറയുന്നു എന്നുള്ളതല്ലാതെ മുന്നണിക്കകത്തോ അല്ലെങ്കിൽ അതല്ല എങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തോ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായില്ല. ജോസ് കെ മാണി 4-5 ദിവസം ഇവിടെ നിന്ന് വിട്ട് വിദേശ രാജ്യത്തേക്ക് പോയ സമയത്തായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രതികരിക്കാൻ ഒരു ദിവസം താമസിച്ചു എന്നതാണ് ഏക ഇതിനകത്തുണ്ടായ ഒരു കാരണം. അദ്ദേഹം മാനസാറുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി ദുബൈയിൽ അത്യാസന്ന നിലയിൽ അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ്. ആ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതല്ലാതെ ഇപ്പോഴും പറയുന്നുണ്ട് കേരള കോൺഗ്രസ് ഇത് LDF വിടാൻ പോവുക. അങ്ങനെ ഒരു ചർച്ച ഇന്നും നടന്നിട്ടില്ല. ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചർച്ചകൾ എന്നല്ലാതെ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ചയെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സഭയും എന്നും മാണി സാറിന് ഒരു തലോടലുണ്ടായിരുന്നു. ഏത് വിഷമഘട്ടത്തിലും മാണി സാറിനെ അത് തലോടലായിരുന്നു. അത് ജോസ് കെ മാണിക്ക് കിട്ടുന്നില്ലെന്നുള്ള എന്തെങ്കിലും തോന്നലില്ല? അല്ല, പാലായെ സംബന്ധിച്ച് പാലായിൽ സഭ ജോസ് കെ മാണിയെ സഹായിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും പ്രത്യക്ഷമായിട്ട് ഒരിടത്തും സഭയ്ക്കും അല്ലെങ്കിൽ മറ്റു സാമുദായിക സംഘടനകൾക്കുമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും സഹായിക്കാൻ സാധിക്കില്ല.
ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയും എന്നുള്ള അപ്പുറത്തേക്ക് പിന്നെ ഇപ്പോൾ ക്രൈസ്തവ സഭയാണെങ്കിലും നായർ സമുദായമാണെങ്കിലും മറ്റ് ചില സമുദായത്തിലെ നേതാക്കന്മാർ ഒരു പക്ഷേ വലിയ ബഹളത്തോടു കൂടിയൊക്കെ പറയുമായിരിക്കും. പക്ഷേ ക്രൈസ്തവ സഭയിലെയും മറ്റ് സമുദായങ്ങളും ഒന്നും ഈ ഒരു പരിധിക്കപ്പുറം സഹായിക്കുവാനായിട്ടൊന്നും മുൻകൈ എടുത്ത് വരും എന്നെനിക്ക് തോന്നുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എക്കാലവും ക്രൈസ്തവ സഭ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ട്. ക്രൈസ്തവ സഭ ഉയർത്തിപ്പിടിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായിട്ടൊക്കെ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജോസ് കെ മാണി ആണെങ്കിലും ശരി, ഏറ്റവും അവസാനം നമ്മുടെ സന്യസ്തർക്ക് പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ജോസ് കെ മാണി അതിൻ്റെ അകത്ത് സജീവമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സഭ ഉയർത്തിയ പല കാര്യങ്ങളും കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തമാക്കുകയും മുന്നണിക്ക് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ എല്ലാ കോട്ടയം ജില്ലയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലെയും ജില്ലാ കമ്മിറ്റികളെ സജീവമായ വിളിച്ചിട്ടുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം എല്ലാ നിയോജകമണ്ഡലം കമ്മിറ്റികളും സജീവമായിട്ട് തന്നെ വിളിക്കുവാനായിട്ടാണ്. എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെ നമ്മൾ വിളിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു. മുന്നോട്ട് നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ നല്ല രീതിയിൽ പിന്നെ നല്ലൊരു പ്രതിപക്ഷം എന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ അസംതൃപ്തരായി നിൽക്കുന്ന മാണി വിഭാഗത്തിൽ തന്നെയുള്ള ആൾക്കാരും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ അസംതൃപ്തരായി നിൽക്കുന്നവരെയും കൂടെ കൂട്ടി കേരള കോൺഗ്രസിലെ വിപുലീകരണത്തിന് അല്ല, കേരള കോൺഗ്രസിൻ്റെ അകത്ത് എപ്പോഴും ആളുകൾ വന്നാൽ സ്വീകരിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. സമാന സ്വഭാവത്തിൽ കേരള കോൺഗ്രസിന് ഒരു സെമി കേഡർ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഒരു കേഡർ സംവിധാനം ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടി ഇത് സെമി കേഡർ സംവിധാനമാണ്. ഈ പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ആളുകളെ എപ്പോഴും നമ്മൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ്. പ്രത്യേകിച്ച് നമ്മൾ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും അല്ലെങ്കിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ, കോട്ടയം ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിൽ പരമാവധി ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു നല്ല സമീപനത്തോടു കൂടി പോകാനായിട്ടാണ് ഇപ്പോൾ പുതിയ പാർട്ടിയുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. മാണിയിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് പി സി തോമസ്. പി സി തോമസിന് ഈ പ്രാവശ്യവും ജോസഫ് ഗ്രൂപ്പിൽ നിന്നിട്ടും കാര്യമായ ഒന്നും ലഭിച്ചില്ല. അപ്പം അങ്ങനെപ്പോലുള്ള ഈ പി സി തോമസിനെ പോലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പോകുന്നതിനോടുള്ള അഭിപ്രായം അത് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടി വിപുലീകരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ജോസ് കെ മാണി തന്നെ പാർട്ടിക്കകത്ത് പറയാറുണ്ട്. വരുന്ന ആളുകളെ എപ്പോഴും നല്ല രീതിയിൽ സ്വീകരിക്കുന്നതിനുള്ളൊരു വലിയ മനസ്സ് ഉള്ളയാളാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തിപരമായിട്ട് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് ആരോടും അങ്ങനെ ഒരു പിണക്കം, അങ്ങനെ ഒരു മുഷിച്ചിൽ, അങ്ങനെ ഒരു ദേഷ്യം ഒന്നും ആരോടുമുള്ള ഒരാളല്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകാൻ തയ്യാറായി വരുന്ന ആളുകളെ നമ്മൾ ഉൾക്കൊണ്ടു പോകുവാനായിട്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനം ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ പാർട്ടിയിലേക്ക് എടുക്കുന്നതിന് ജോണി ചേട്ടനുമായിട്ടുള്ള നമ്മൾ നല്ലൊരു ബന്ധത്തിൽ വന്നു, പുതുതായിട്ട് എടുക്കാനായിട്ട് വന്നു. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലുള്ള പലരും രാഷ്ട്രീയ പാർട്ടി മാറിപ്പോയിട്ട് പോലും തിരിച്ചു വരുമ്പോൾ അവരെ എല്ലാം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്താലും അദ്ദേഹം ആ ഒരു കാര്യത്തിനൊന്നും ഒരിക്കലും എതിർപ്പ് പറയാറില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നല്ലതിന് വേണ്ടി വരുന്ന ഏത് കാര്യത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരാളാണ് പാർട്ടി ചെയർമാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.